കലീലയും ദിംനയും കലീലയും ദിംനയും. ഈ ഗ്രന്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനവും സദാചാരവും മനസ്സിലാക്കിയിട്ടും അതനുസരിച്ച് തന്റെ ജീവിതം നയിക്കാൻ മടിക്കുന്ന മനുഷ്യൻ കിടക്കയിൽ കിടന്ന് തന്റെ വീട്ടിൽ കള്ളൻ കയറുന്നത് കണ്ടിട്ടും ഞാൻ ഉറങ്ങുന്നു എന്നു നടിച്ച് ഒന്നും ചെയ്യാതെ കിടക്കുന്നവനെ പോലെയാണ്. അവൻ കള്ളന്റെ ഓരോ ചലനവും ശ്രദ്ധിച്ചു നോക്കുന്നു. പിടിക്കാനുള്ള അവസരമുണ്ടായിട്ടും കാത്തിരിക്കുന്നു. പക്ഷേ ആ മൗനം തന്നെ അവന്റെ നഷ്ടമായി മാറുന്നു. അവസാനം മനുഷ്യനുണരുമ്പോൾ എല്ലാം നഷ്ടമായിരിക്കുന്നു. എന്തിന് ഞാൻ നേരത്തെ പ്രവർത്തിച്ചില്ല എന്ന തിരിച്ചറിവ് മാത്രം ബാക്കിയാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അറിവ് വൃക്ഷമാണ്, പ്രവൃത്തി അതിന്റെ ഫലവും. അറിവുണ്ടെങ്കിലും അത് ഉപയോഗിക്കാത്തവൻ വഴിയറിയുന്നവനായി നിന്നുകൊണ്ട് തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നവനെ പോലെയാണ്. സ്വന്തം തെറ്റുകൾക്കായി അജ്ഞതയെ കുറ്റപ്പെടുത്താൻ അവനാവില്ല. കാരണം അവൻ അറിയാമായിരുന്നിട്ടും പ്രവർത്തിച്ചില്ല. മറ്റൊരുപമ ഇതാണ്. സ്വന്തം ആരോഗ്യത്തിന് അനുയോജ്യമായ ഭക്ഷണം അറിയുന്ന ഒരാൾ എന്നാൽ അമിത ഭക്ഷണം മൂലം രോഗം വർദ്ധിപ്പിക്കുന്നു. അറിവുണ്ടെങ്കിലും നിയന്ത്രണമില്ലെങ്കിൽ അത് നാശത്തിലേക്കാണ് നയിക്കുന്നത്. അതുപോലെ കണ്ണ് തുറന്നവൻ കുഴിയിൽ വീഴുമ്പോൾ അവൻ അന്ധനേക്കാൾ കൂടുതൽ കുറ്റക്കാരനാണ്. അറിവു തേടുന്ന ഒരാളുടെ ലക്ഷ്യം തനിക്കു പ്രയോജനപ്പെടുന്നത് നേടുക, അതിനെ ജീവിതത്തിൽ പ്രയോഗിക്കുക എന്നതാണ്. അല്ലെങ്കിൽ അത് വെള്ളമൊഴുകുന്നെങ്കിലും ആരെയും നനയിക്കാത്ത ഒരു ഉറവ് പോലെ, അല്ലെങ്കിൽ സ്വന്തം ലാഭമില്ലാതെ മറ്റുള്ളവർക്കായി മാത്രം ജീവിക്കുന്ന പട്ടുനൂൽ പുഴുവിനെ പോലെയായിരിക്കും. ഒരു മനുഷ്യൻ അറിവുള്ളവനാണെങ്കിൽ അജ്ഞരെ പഠിപ്പിക്കണം. സമ്പത്തുള്ളവനാണെങ്കിൽ അവശരെ സഹായിക്കണം. മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ കരുണയോടെ കാണണം, വിമർശനത്തോടെയല്ല. ഒരു മനുഷ്യൻ തന്റെ സമയം ചിലവഴിക്കുന്നത് യഥാർത്ഥ ലക്ഷ്യത്തിനല്ലെങ്കിൽ അവൻ നഷ്ടപ്പെടുത്തുന്നത് വിലയേറിയതായിരിക്കും. ഒരു വ്യാപാരിക്ക് സംഭവിച്ചതുപോലെ. ഒരു വ്യാപാരിക്ക് വളരെ വിലപ്പെട്ട ഒരു മുത്തുണ്ടായിരുന്നു. അത് സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഒരു തൊഴിലാളിയെ നിയോഗിച്ചു. ദിവസം 100 ദിനാർ പ്രതിഫലം. തൊഴിലാളിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു മുറിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ഒരു ജോഡി കൈത്താളങ്ങളുണ്ടായിരുന്നു. തൊഴിലാളി വ്യാപാരിയോട് ചോദിച്ചു, "ഇത് വായിക്കാമോ?" വ്യാപാരി പറഞ്ഞു, "അതെ." "അപ്പോൾ നിന്റെ കഴിവ് കാണിക്കൂ." തൊഴിലാളി രാവിലെ മുതൽ വൈകുന്നേരം വരെ താളം പിടിച്ചു വായിച്ചു. ശേഷം അവൻ പറഞ്ഞു, "എന്റെ 100 ദിനാർ തരൂ." വ്യാപാരി പറഞ്ഞു, "നീ ജോലി ചെയ്തിട്ടില്ല." തൊഴിലാളി പറഞ്ഞു, "നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്." അവസാനം വ്യാപാരി പ്രതിഫലം നൽകേണ്ടി വന്നു. എന്നാൽ മുത്തുകൊണ്ടുപോകേണ്ട ജോലി നടന്നില്ല. കലീലയും ദിംനയും കലീലയും ദിംനയും.